പുനലൂർ NK സിൽക്സിൽ വമ്പിച്ച സമ്മാന പെരുമഴ. ആഗസ്റ്റ് 2 മുതൽ 6 വരെ NK സിൽക്സിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 25,000 രൂപയ്ക്ക് സൌജന്യമായി പർച്ചേസ് ചെയ്യാം. 2 മുതൽ 6 വരെ പർച്ചേസ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന കൂപ്പണുകളിൽ നിന്നും നറുക്കിട്ട് തെരഞ്ഞെടുക്കുന്ന 5 ഭാഗ്യശാലികൾക്ക് ഓരോരുത്തർക്കും 25,000 രൂപയ്ക്ക് വരെ സൌജന്യമായി പർച്ചേസ് ചെയ്യാനുള്ള അവസരം. മാത്രമല്ല ആഗസ്റ്റ് 2 മുതൽ 28 വരെയുള്ള ഓരോ പർച്ചേസിനും 50% വരെ ഡിസ്കൌണ്ടും. ഈ ഓണക്കാലം NK സിൽക്സിനൊപ്പം ആഘോഷിക്കാം. നവീകരിച്ച പുനലൂർ NK സിൽക്സിന്റെ വിശാലമായ ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ ഈ ഹോസ്പിറ്റലിലെ മൊത്തം കാര്യങ്ങളൊക്കെ നോക്കിയപ്പോ എല്ലാ കെട്ടിടങ്ങളും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പുതിയതായിട്ട് യൂണിറ്റ് ആരംഭിക്കാനും അത് കണ്ടിന്യൂ ചെയ്യാനൊക്കെയുള്ള സംവിധാനങ്ങളുണ്ട്. പക്ഷെ അതിന്റെ കുറച്ച് പോരായ്മകൾ ഉള്ളത് സ്റ്റാഫിന്റെയും ഡോക്ടേഴ്സിന്റെയും ഒക്കെ ഒരു കുറവാണ് പോരായ്മയായിട്ട് കണ്ടത്. അപ്പൊ അതിന് തക്കവണ്ണുള്ള സംവിധാനം ഒരുക്കാമെന്നാണ് പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തലിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോ പ്രധാനമായിട്ട് ഇപ്പൊ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഒന്ന് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സ്പെഷ്യാലിറ്റി കാഷ്വാലിറ്റി അത് നടപ്പാക്കും. അതിനാവശ്യമുള്ള സ്റ്റാഫിനെ നിയമിക്കും. അതായത് സർജറി, അതുപോലെ തന്നെ ഓർത്തോ, പീഡിയാട്രിക് മെഡിസിൻ, ഇത്രയും കാര്യങ്ങൾ ഇതിലും ഈ 24 hours പ്രവർത്തിക്കുന്ന സംവിധാനത്തിലുണ്ടാവും. പിന്നെ 24 മണിക്കൂറും ഉള്ള CT സ്കാനിന്റെ പ്രവർത്തനം, അൾട്രാസൗണ്ട്. ഇവിടെ വന്ന് നോക്കിയപ്പോ MRI സ്ഥാപിക്കാനുള്ള ഒരു സൗകര്യമുണ്ട്. അതാണെങ്കിൽ അതങ്ങ് സ്ഥാപിക്കാം. ഇവിടെ ഈ സ്പെഷ്യാലിറ്റി ഡോക്ടേഴ്സിന്റെ ഒരു കുറവ് കാരണമാണ് ഞങ്ങൾ ഇപ്പൊ MLA ഒക്കെ സൂചിപ്പിച്ച മറ്റേ നമ്മുടെ കാത്ത് ലാബിന്റെ നോക്കുമ്പോ അതിന് തക്കവണ്ണുള്ള എക്സ്പെർട്ടായിട്ടുള്ള സ്പെഷ്യാലിറ്റിയുള്ള ഡോക്ടർമാരെ കിട്ടാനുള്ള ചെറിയ പ്രയാസമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ MRI സ്ഥാപിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള സംവിധാനമുണ്ട്. MRI ഇപ്പൊ സ്ഥാപിക്കാം. മറ്റേത് ഡോക്ടർമാരുടെ അവൈലബിലിറ്റി അനുസരിച്ച് കാത്ത് ലാബിന്റെ കാര്യം ഗവൺമെന്റ് സജീവമായി പ്രവർത്തിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ ലാബ് ടെസ്റ്റിന്റെ സമയത്ത് ഉണ്ടാകുന്ന സമയം അത് കുറയ്ക്കും. അതുകൊണ്ടാണ് എല്ലാം ചില പുറത്തേക്ക് പോകുന്നത്. അത് ഒഴിവാക്കും. പിന്നെ ഈ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഈ സ്ട്രോക്കിന്റെ ഡോക്ടേഴ്സ് ഉണ്ട്, അവരെ നിയമിക്കും. അപ്പൊ ഞങ്ങൾ ട്രെയിനിങ് കൊടുക്കും. പിന്നെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ നിയമിക്കും. ഫോറൻസിക്കിന് ഒരു ഡോക്ടറെ നിയമിക്കും. കാരണം ഏറ്റവും കൂടുതൽ ഇവിടെ ഇത് വന്നിട്ടില്ല. അപ്പൊ അത് ആകെ ഞങ്ങൾക്ക് കേരളത്തിലാകെ 20 പേരേ ഉള്ളൂ. പുനലൂരിന്റെ ഒരു ഘടനയും പ്രത്യേകത അനുസരിച്ച് ഇതിന് ആവശ്യമാണെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ സാധാരണ ഞങ്ങളിത് ഒരു സ്ഥലത്തും അങ്ങനെ ഞങ്ങൾ പ്രഖ്യാപിക്കാറില്ല. ഡോക്ടേഴ്സിന്റെ കുറവാണ്. പക്ഷെ ഇവിടെ ആവശ്യമുള്ളത് കൊണ്ട് ഇവിടെ പ്രഖ്യാപിക്കും. പ്രഷർ, ഹൈപ്പർ ടെൻഷൻ, അതിനൊക്കെ മെഡിസിനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അവൈലബിൾ ആണ്. അത് ലിബിലാക്കാം. ഇത്രയാണ് ഇന്നത്തെ ഒരു പ്രാഥമികമായിട്ടുള്ള ചർച്ചയിൽ നിന്ന് എടുത്തിട്ടുള്ള തീരുമാനം. ഇത് നടപ്പാക്കുക, അത് ഞങ്ങൾ മോണിറ്റർ ചെയ്യും.